കേസ് രാഹുൽ കെ പി വെസ്റ്റ് ഹാം യുണൈറ്റഡിൽ സൈൻ ചെയ്തു. കഴിഞ്ഞ കുറച്ച് നേരങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വെസ്റ്റ് ഹാമിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്നാണ് ആ കാര്യം വന്നിരിക്കുന്നത്. രാഹുൽ കെ പി ആയിട്ട് കൊളാബ് ചെയ്തിട്ടുള്ളൊരു ഒരു പോസ്റ്ററായിരുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ കെ പി തന്നെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ഹാമിന് വേണ്ടി രാഹുൽ കെ പി കളിക്കാൻ പോവുകയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് പേര് ഇതിനോടകം തന്നെ അയച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ രാഹുൽ കെ പി പറയുന്നൊരു കാര്യമുണ്ട്, ഈ സമ്മറിൽ TSTയിൽ വെസ്റ്റ് ഹാമിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് TST എന്നുള്ള കാര്യവും കൂടി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് വെസ്റ്റ് ഹാമിന് വേണ്ടിയിട്ട് രാഹുൽ കെ പി റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ സാധിക്കും. TST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഈ സമ്മറിലൊക്കെ നടക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. ദി സോക്കർ ടൂർണമെൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഒരു 7A സൈഡ് ടൂർണമെൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഇപ്പം പ്രൊഫഷണൽ ടീമുകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സെമി പ്രൊഫഷണൽ ടീമുകൾ, അല്ലെങ്കിൽ ഫാൻസ് ടീമുകൾ, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ടീമുകൾ, അങ്ങനെയൊക്കെയുള്ള ടീമുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കളിക്കാൻ വരുന്നത് ഇപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കാൻ വരും, സെമി പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അമേച്ചർ ആയിട്ടുള്ള പ്ലേയേഴ്സ്, എക്സ് പ്ലേയേഴ്സ്, അല്ലെങ്കിൽ യങ് പ്ലേയേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ ഒക്കെ അങ്ങനെയൊക്കെ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻ്റാണ് ഈ TST എന്ന് പറയുന്നത്. ജൂൺ 4 മുതൽ ജൂൺ 9 വരെയാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. മെൻസ് ആൻഡ് വുമൻസ് കാറ്റഗറിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 48 മെൻസ് ടീമുകളും 16 വുമൻസ് ടീമുകളും ഒക്കെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുന്നത്. അതിൽ വെസ്റ്റ് ഹാമും കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വെസ്റ്റ് ഹാമിന് പുറമെ ഇപ്പം പ്രമുഖമായിട്ടുള്ള ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ VRL റെപ്രസെൻ്റ് ചെയ്ത് വരുന്നുണ്ട്, അതുപോലെ ബൊറൂസിയ ഡോട്ട്മൻഡ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും അവരുടെ മെയിൻ പ്ലേയേഴ്സ് ആയിരിക്കത്തില്ല കളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ടൂർണമെൻറ്റിലെ ചില വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഇപ്പം റെക്സാം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബുണ്ടല്ലോ, അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻതാരം ഗ്യാരി ഹൂപ്പറൊക്കെ കളിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നേഴ്സിന് $1 മില്യൺ ആണ് ഒരു പ്രൈസ് മണിയൊക്കെ ആയിട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. രാഹുൽ കെ പി വെസ്റ്റ് ഹാമിന് വേണ്ടി പ്രീമിയർ ലീഗ് അല്ല കളിക്കാൻ പോകുന്നത്, TST എന്ന് പറഞ്ഞിട്ടുള്ള US വെച്ച് നടക്കുന്ന ഈ പറഞ്ഞ 7A സൈഡ് ടൂർണമെൻ്റാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമ്പോസ് ചെയ്യാൻ ഒരു കാണിക്കാൻ.